കുറച്ച് ഭരണ സംവിധാനങ്ങൾ നോക്കാം. നമ്മുടെ ലോകത്ത് പലതരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊന്നാണ് ഏകാധിപത്യം അല്ലെങ്കിൽ ഓട്ടോക്രസി. ഓക്കെ, ഓരോക്രസിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓട്ടോക്രസി ഒരാളുടെ മാത്രം നിയന്ത്രണത്തിലുള്ള ഭരണ സംവിധാനമാണ് ഏകാധിപത്യം അല്ലെങ്കിൽ ഓട്ടോക്രസി. ഒരാളുടെ മാത്രം ഓട്ടോ. ഓക്കെ, ഉദ്യോഗസ്ഥരാൽ ഭരണ സംവിധാനം, ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാൽ ഉള്ള ഭരണ സംവിധാനത്തെയാണ് പറയുന്നത് ബ്യൂറോക്രസി. എന്താ പറയാ? ബ്യൂറോക്രസി. ഈ ബ്യൂറോക്രസിയുടെ സ്പെല്ലിംഗ് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിന്റെ കൂടെ അങ്ങ് പറയുക. ബി യൂറിയ യു ക്രസി. ബി യൂറിയ യു ക്രസി. ഓക്കെ, ഇതാണ് ബ്യൂറോക്രസിയുടെ സ്പെല്ലിങ്. ഓക്കെ, അപ്പൊ ഇതുപോലെ സ്പെല്ലിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് പഠിക്കുന്ന രീതി ട്രിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അടുത്തത് സ്ത്രീകളാൽ നടത്തപ്പെടുന്ന ഭരണ സംവിധാനത്തെയാണ് പറയുന്നത് ഗൈനാർക്കി. ഓക്കെ, ഗൈനാർക്കി. ഗൈനക്കോളജി ഒക്കെ നമ്മൾ കാണാൻ പോവില്ലേ? അപ്പം അത് എന്താണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ സ്ത്രീകളാൽ നടത്തപ്പെടുന്നതാണെങ്കിൽ ഗൈനാർക്കി. ഇനി ഒരു രാജാവിനാൽ നടത്തപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണെങ്കിൽ അത് മൊണാർക്കി. ഓക്കെ, ഒരാളുടെ മാത്രമാണെങ്കിൽ ഓട്ടോക്രസി, രാജാവാണെങ്കിൽ മൊണാർക്കി. ഇനി ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തപ്പെടുന്ന ഭരണ സംവിധാനമാണെങ്കിൽ അതാണ് ഒളിഗാർക്കി. ഒളിഗാർക്കി, ഒരു കൂട്ടം ആളുകൾ, ഒളിഗാർക്കി. അടുത്ത സമ്പന്നരാൽ നടത്തപ്പെടുന്ന ഭരണ സംവിധാനമാണെങ്കിൽ അതിനെ പറയുന്നതാണ് പ്ലൂട്ടോക്രസി. പ്ലൂട്ടോക്രസി. സമ്പന്നരാണെങ്കിൽ പ്ലൂട്ടോക്രസി. ഇനിയോ ഒരു ഭരണ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് അനാർക്കി. അനാർക്കി അല്ലെങ്കിൽ അരാജകത്വം എന്ന് പറയും. ഒരു ഭരണ സംവിധാനവും ഇല്ലാത്ത അവസ്ഥയെ പറയുന്നതാണ് അനാർക്കി അല്ലെങ്കിൽ അരാജകത്വം. ഇനിയോ ജനപ്രതിനിധികൾ. അപ്പൊ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാൽ നടത്തപ്പെടുന്ന ഭരണ സംവിധാനമാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ?